से प्यार कविता के लेखक कौन है? ശോഭനാഥ് യാദവ്. ഖുദ് സേ പ്യാർ കവിത എഴുതിയ ലേഖകൻ ആരാണ്? ശോഭനാഥ് യാദവ്. गाँव में डस्टबिन किस सामग्री से बने होते हैं? ഗ്രാമങ്ങളിൽ ചവറ്റുകുട്ടകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബാൻസ് സേ. ബാൻസ് എന്ന് വെച്ചാൽ മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. अंग्रेज़ों ने भारत में किस चीज़ पर टैक्स लगाया? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് നികുതിയാണ് ചുമത്തിയത്? നമക്. ഉപ്പിനാണ് നികുതി ചുമത്തിയത്. റിക്ത് സ്ഥാൻ പൂർത്തി കരെ. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ആദ്യം ഖേത്തി കാ കാം കർനെ വാല വ്യക്തി കോ ഡാഷ് കഹാ ജാത്താ ഹേ. ഖേത്തി കാ കാം കൃഷി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ആളിനെ എന്താ പറയുന്നത്? കിസാൻ, കർഷകൻ. നെക്സ്റ്റ്, കിസാൻ ഏക് ജോഡി ഡാഷ് സേ അപ്നി ജമീൻ ജോത്താ ഹേ. ഒരു ജോഡി എന്തുപയോഗിച്ചാണ്? കാളകൾ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ഏക് ജോഡി ബൈലോം. ബൈലോം സേ കാളകളെ ഉപയോഗിച്ചാണ് ജമീൻ ജോത്താ ഹേ നിലം ഉഴുതുമറിക്കുന്നത്. നെക്സ്റ്റ്, ഡാഷ് किसान दिन रात काम करता है ताकि हमें अनाज मिल सके. ഡാഷ് കിസാൻ കർഷകൻ രാവും പകലും അധ്വാനിക്കുന്നതിനാൽ നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. അപ്പോൾ രാവും പകലും എങ്ങനെയാണ് അധ്വാനിക്കുന്നത്? കഠിനമായി അല്ലേ? അപ്പോൾ പരിശ്രമി കിസാൻ ദിൻ രാത് കാം കർത്താ ഹെ താക്കി ഹമേ അനാജ് മിൽ സക്കെ. नेक्स्ट वन, परिश्रमी किसान हर साल डैश बोता है और फसलों की देखभाल करता है. പരിശ്രമി കിസാൻ കഠിനാധ്വാനിയായ കർഷകൻ സാൽ വർഷം തോറും ഡാഷ് ബോത്താ ഹെ വർഷം തോറും എന്താണ് ബോത്താ ഹെ എന്ത് വിതയ്ക്കുന്നു? വിത്ത് അല്ലേ? അപ്പോൾ അവിടെ നയേ ബീജ് എന്ന് എഴുതണം. നയേ ബീജ് എന്ന് വെച്ചാൽ പുതിയ വിത്ത് വിതയ്ക്കുകയും വിളകൾ പരിപാലിക്കുകയും ചെയ്യുന്നു.